അപ്പൊ നിങ്ങള് ആ ഫോട്ടോ കോപ്പി വീട്ടിൽ കൊണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആ കൊച്ചു കുറച്ച് കലാപരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി ഇവിടെയല്ല, ഇതിന്റെ ബാക്കി റൈറ്റ് സൈഡിലാണ്. അത് തിരിച്ചറിയാൻ വേണ്ടി ആ കൊച്ചു അവിടെ വേണ്ടേ റോമൻ ലെറ്റർ 1, റോമൻ ലെറ്റർ 2, റോമൻ ലെറ്റർ 3, 4, 5, 6 ഈ ഓർഡറിൽ വേണം എന്ത് ചെയ്യാനായിട്ട് എഴുതാം. ഒന്നുകൂടെ വേണ്ടേ, ഇതൊന്ന്. ഹലോ സാർ, ആ കൊച്ചി ഈ പേപ്പറിനെ മൊത്തത്തിൽ 4ആയിട്ട് തിരിച്ചു. ഇത് ഒന്നാമത്തെ ഭാഗം, ഇതാണ് 2, ഇത് 3ാമത്തെ പാർട്ട്, ഇത് 4, ഇത് 5ാമത്തെ പാർട്ട്, ഇത് 6ാമത്തെ പാർട്ട്. പേടിക്കേണ്ട, ആ കൊച്ചോടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് പറയട്ടെ. ഇനി ഇത് സെക്ഷൻ 2 ആർക്സ് ആൻഡ് ആംഗിൾസ് എക്സസൈസ് 1 പേജ് നമ്പർ 36 കൊടുത്തേക്കുന്നുണ്ടോ? അവളോട്ട് എഴുതിയിടുക വർക്ക് ബുക്ക് എന്ന്. അവളോട്ട് എഴുതിയിടുക വർക്ക് ബുക്ക് എന്ന്. ഒന്നുമില്ല, വേണ്ട. റോമൻ ലെറ്റർ 1 കിടക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി നോട്ട്ബുക്കിലോട്ട് എഴുതുക. 2ഉം 3ഉം 4ഉം 5ഉം 6ഉം വീട്ടിൽ കൊണ്ടുപോയി എങ്ങോട്ട് എഴുതണം? വർക്ക് ബുക്കിലോട്ട് എഴുതണം. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ വർക്ക് ബുക്കിലോട്ട് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചോദ്യം ആദ്യം ടെക്സ്റ്റിൽ നോക്കി എഴുതണം, എന്നിട്ട് വേണം ഈ കൊടുത്തിരിക്കുന്ന ഉത്തരം എന്ത് ചെയ്യാനായിട്ട് എഴുതാം. ഒന്നുകൂടെ, ഫോട്ടോ കോപ്പിക്കകത്ത് എന്തേ ഉള്ളൂ? ആൻസറേ ഉള്ളൂ. എന്തില്ല? ക്വസ്റ്റ്യൻ ഇല്ല. വീട്ടിൽ പോയി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ചോദ്യം ടെക്സ്റ്റിനകത്തിൽ നോക്കി എഴുതണം. ടെക്സ്റ്റിൽ എങ്ങനെയാണോ ചോദ്യം കിടക്കുന്നത് അതുപോലെ എഴുതി വെക്കണം. എന്നിട്ട് ആൻസർ മാത്രം ഇതിൽ നോക്കി എന്ത് ചെയ്യണം? എഴുതണം. ഇനി എല്ലാം അടച്ചു വെച്ചാലും കൂടെ നോക്കിയിരുന്നേ. അപ്പോ ഈ പാഠത്തിലെ 1ാമത്തെ സെക്ഷനിൽ എക്സസൈസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് 2ാമത്തെ സെക്ഷനിലെ എക്സസൈസിന് എത്ര നമ്പർ കൊടുത്തേക്കുന്നത്? എക്സസൈസ് 1. എല്ലാവരും ബോർഡിലേക്ക് നോക്കിയിരിക്കുക. ഒരു സിമ്പിൾ പ്രോബ്ലം, ഒരു ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു ഫിഗർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാ? അപ്പൊ ചോദ്യം, ഈ ആർക്ക് കണ്ടോ? ഈ ആർക്കിന്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചോട്ടെ. ഈ ആർക്കിന്റെ അവിടെ. അപ്പൊ എന്തായിരിക്കും അവർ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കിന്റെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചോ. സെൻട്രൽ ആംഗിൾ എന്നാണ് ചോദ്യം. ആ ആർക്കിന്റെ അവിടെ ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കുന്നത് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 2ഉം ഒക്കെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. അല്ല, ഈ ആർക്ക് നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ എത്ര പാർട്ടാണ്? കഴിഞ്ഞ 2 ചോദ്യം തിരിച്ചായിരുന്നു. ഇത്രയും പാർട്ട് കിട്ടാൻ എന്ത് ആംഗിള് സെന്ററിൽ മാർക്ക് ചെയ്യണമെന്ന് 1ാമത്തെ എക്സാമ്പിൾ. എത്ര ഡിഗ്രിയുള്ള ആംഗിള് സർക്കിളിൽ മാർക്ക് ചെയ്യണമെന്ന് 2ാമത്തെ എക്സാമ്പിൾ. ഇവിടെ ചോദ്യം തിരിച്ചടിച്ചേക്കുന്നു. എങ്ങനെ? സർക്കിളിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട് എത്ര ഡിഗ്രി. അങ്ങനാണെങ്കിൽ ഈ ആർക്കിന്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ഉണ്ടല്ലോ, ഇത് സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ വൃത്തത്തിന്റെ പരിധിയുടെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇനി ചോദ്യം നോക്കിക്കേ, വായിച്ചാട്ടെ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദി ആർക്ക് മാർക്ക്ഡ് ഇൻ ദ പിക്ചർ? മാർക്ക്ഡ് ഇൻ ദ പിക്ചർ ഒന്നുമില്ല, നമ്മൾ എന്റെ പടത്തിന് പേര് കൊടുക്കുന്നു. ഇത് എ, ഇത് ബി ആണോ? ആണോ? ഇനി ഒരു 2 അക്ഷരങ്ങളുടെ കുറവ് അവിടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ഒരു പി മാർക്ക് ചെയ്തു. എന്താ മാർക്ക് ചെയ്യേണ്ടത്? പി. സർക്കിളിന് ഒരു സെന്റർ കാണുമല്ലോ, അതെന്തായിട്ട് എടുക്കാം? O ആയിട്ട് മാർക്ക് ചെയ്യും. അതുകൊണ്ട് ഈ പോയിന്റ് എന്തായിട്ട് എടുക്കുക? R ആയിട്ട്. ഇതൊക്കെ പടത്തിൽ മാർക്ക് ചെയ്തേ. മാർക്ക് ചെയ്തോ? പടത്തിൽ ഇല്ലാത്തത് റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്യണം. ഇനി ബാക്കി നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന്? അതുകൊള്ള ഇപ്പൊ തൊട്ടുമുമ്പേ അങ്ങോട്ട് പറഞ്ഞില്ലയോ? ഈ എയും ഓയും കൂടെ യോജിപ്പിക്കണം.
ഈ ബി ഓയും കൂടെ യോജിപ്പിക്കണം. ആണോ? ആണോ? ഇനി ബാക്കി പറഞ്ഞാണ്ട്. ആംഗിൾ എ ആർ ബി എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രിയാണ് എന്ന് ക്വസ്റ്റ്യനിൽ. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പടത്തിലെ മറ്റൊരു ആംഗിൾ കണ്ടുപിടിക്കാം. ഏത് ആംഗിൾ? ആംഗിൾ എ ഒ ബി എത്ര വരും? 2 × 40 ഈക്വൽ. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. 80 ഡിഗ്രി എത്ര ഡിഗ്രിയാണ്? അപ്പൊ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ ഈ ആർക്ക് എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? എന്തോ? എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ? പറ്റത്തില്ല. എങ്ങനെ കണ്ടുപിടിക്കും? 360. ഈ ആർക്ക് എത്ര പാർട്ടാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സെൻട്രൽ ആംഗിൾ 80, അതിന്റെ പുറവശത്ത് കിടക്കുന്ന ആംഗിൾ 40. ഈ 40 വെച്ചിട്ട് 80 കണ്ടുപിടിക്കണം. ഈ 80 വെച്ചിട്ടാണ് ഇത് എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കുന്നത്. എത്ര ഭാഗമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 80 ഡിവൈഡഡ് ബൈ 360. 360 എവിടുന്ന് വന്നു? സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ 360. അതിൽ 80 വന്നതിന്റെ ഐഡിയ. നമ്മൾ പരിഗണിച്ചിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 80 ഡിഗ്രി. ഈ ഒരു 0 ഈ ഒരു 0 വെട്ടിപ്പോയി. 8 1 8. ഇല്ല, 8 കൊണ്ട് നെറ്റോട്ടാൻ പറ്റുമോ? ഇല്ല. 2 കൊണ്ട് വെട്ടിയാൽ 2 4 8. 36 2 കൊണ്ട് വെട്ടിയാലോ? 2 കൊണ്ട് വെട്ടിയാൽ 18. വീണ്ടും 4 18 കൂടെ വെട്ടാം. എത്ര കൊണ്ട്? 2 കൊണ്ട്. 2 2 4 2 9 18. സോ ദി ആൻസർ ഈസ്. അപ്പോൾ ഈ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ എത്ര പാർട്ടാണ്? 2/9 പാർട്ടാണ്. എത്ര പാർട്ടാണ്? ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? ചെക്ക് ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. ആർക്കെങ്കിലും പറയാമോ? 360 × 2/9 കണ്ടുപിടിക്കാം. 36 9 കൂടെ നേരിട്ട് വെട്ടാൻ പറ്റൂ? 9 ഉടനെ പട്ടികത്തിൽ 36 ഉണ്ടോ? എത്ര വശം? 40. 40 × 2 80 അല്ലേ സെൻട്രൽ വന്നേക്കുന്നത്? ആണോ? അപ്പൊ ഈ ഒരേ ഐഡിയ തിരിച്ചും മറിച്ചും ഒക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. ആദ്യത്തെ 2 കണക്കിനകത്ത് ഇങ്ങോട്ട് ചോദിച്ചു ഇത്രയും പാർട്ട് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കണക്കിൽ ചോദിച്ചു സെന്ററിൽ എന്ത് ആംഗിൾ വരണം, രണ്ടാമത്തെ കണക്കിൽ ചോദിച്ചു സർക്കിളിൽ എന്ത് ആംഗിൾ വരണം. ഇപ്പൊ ചോദ്യം തിരിച്ചാണ്. സർക്കിളിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്, നിങ്ങളോട് എന്തോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എങ്കിൽ ഈ ആർക്ക് നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ എത്ര പാർട്ട് ആയിരിക്കും? നമ്മൾ പോയ വഴി എന്ന് പറഞ്ഞു. ഈ 40 വെച്ചുകൊണ്ട് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കിട്ടി. എത്ര? അത് 80. ഈ 80 വെച്ചുകൊണ്ട് ആർക്കിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിച്ചത്? 80/360. 360 എവിടുന്ന് കിട്ടി? സെന്ററിൽ ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ 360 ആണ്. അതിൽ നമ്മുടേത് എത്ര പോർഷൻ ഉണ്ട്? 80. അപ്പൊ 80/360 വെട്ടി എഴുതൽ എത്ര കിട്ടും? 2/9. കിട്ടിയ ഉത്തരം ശരിയാണെന്ന് അറിയാനുള്ള മാർഗം 360ന്റെ 2/9 കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ എത്ര കിട്ടി? 80 അല്ലേ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടായിരുന്നത്? ഓക്കെ, അങ്ങനെയാണ് നോട്ടിൽ എഴുതി വെച്ചേക്കുന്നത്. ഹലോ, ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. when the corner of a bent wire was placed at the center of a circle, 1/10 of the circle was contained within it. അതാണ് ഒന്നാമത്തെ ഫിഗർ. ഇതേ ഉള്ളു ചോദ്യം. പഴയ പുസ്തകത്തിന്റെ ഭാഷ പറയുവാണെങ്കിൽ നിങ്ങളൊരു കമ്പി എടുക്കാം. ഇതെടുക്കാം. ആ കമ്പിയെ ആംഗിളിന്റെ ഷേപ്പിലോട്ട് വളയ്ക്കണം. ആംഗിളിന്റെ ഷേപ്പിലോട്ട് ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലേ വളയ്ക്കാനും ഒടിക്കാതിരിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു കമ്പി എടുക്കണം.
കമ്പിയെ എന്ത് ഷേപ്പിലോട്ട് വളയ്ക്കണം? അങ്കിളല്ല, ആംഗിളിന്റെ ഷേപ്പിലോട്ട് വളയ്ക്കണം. എന്തിന്റെ ഷേപ്പിലോട്ട് വളയ്ക്കണം? ആ, ആംഗിളിന്റെ ഷേപ്പിലോട്ട് വളയ്ക്കണം. അപ്പോ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന്? കമ്പി വളച്ചു വെച്ചേക്കുന്ന ആംഗിളുണ്ട്. ആ ആംഗിളിന് ഒരു വെർട്ടെക്സ് ഇല്ലേ? എന്നൊക്കെ പറഞ്ഞ എന്തു? ആ ആംഗിൾ ഉണ്ടാകുന്ന പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. ആ വെർട്ടെക്സ് കൊണ്ടുവന്ന് ഒരു സർക്കിളിന്റെ സെന്ററിലോട്ട് കൊണ്ടുവച്ചു. ഒരു സർക്കിളിന്റെ, ഇതിപ്പോ രണ്ടും രണ്ട് സാധനമാണ്. സർക്കിൾ വേറെ ആയിരുന്നു, കമ്പി വളച്ചുണ്ടാക്കിയ ആംഗിൾ വേറെ ആയിരുന്നു. ഈ കമ്പി വളച്ചുണ്ടാക്കിയ ആംഗിളിന്റെ വെർട്ടെക്സ് കൊണ്ടുവന്ന് ആവണി എവിടെ കൊണ്ടുവന്ന് വെച്ചു? സർക്കിളിന്റെ സെന്ററിൽ കൊണ്ടുവന്ന് വെച്ചു. വെച്ചപ്പോ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ 1/10 പോർഷൻ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ 1/10 പോർഷൻ വേണ്ട മിണ്ടാതിരിക്കുന്നു, അതിനകത്ത് വന്നിട്ടുണ്ട്. ഏതിനകത്ത്? ആ ആംഗിളിന്റെ രണ്ട് ആംസിന്റെ ഇടയിലായിട്ട് ഒന്നാമത്തെ ഫിഗർ മനസ്സിലായോ? ആയോ? ആ ഒന്നാമത്തെ ഫിഗറിലെ വേണ്ട ഞാൻ ഇപ്രകാരം പേര് കൊടുക്കുന്നു. ഇത് എ, ഇത് ഒ, ഇത് ബി. അപ്പോൾ ഈ ആംഗിൾ എ ഒ ബി എത്ര ആണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പറട്ടെ. 360 ഇൻറ്റു 1/, അപ്പോൾ എത്ര ഡിഗ്രി? 36 ഡിഗ്രി. ബുദ്ധിമുട്ടെന്നെങ്കിലും? കുഴപ്പമില്ലല്ലോ. ഇനി സെക്കൻഡ് ഫിഗറിനെ കുറിച്ച്. If the corner of this wire is placed on a point of this circle as in the second picture, what fraction of the circle would it contain? ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ഫിഗറിനെ കുറിച്ച് പറയാം. രണ്ടാമത്തെ ഫിഗറിൽ സർക്കിൾ അതുപോലെ അവിടെ തന്നെ ഇപ്പോൾ. സർക്കിളിന് യാതൊരു മാറ്റവും. ഈ കമ്പി വളച്ചുണ്ടാക്കിയ ആംഗിൾ ഉണ്ടല്ലോ, അതും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ എന്തോ ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അത് വടച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്താ വ്യത്യാസം? ഒന്നാമത്തെ ഫിഗറിൽ ഉണ്ടെന്നില്ല, ഫിഗറിൽ ആംഗിൾ കൊണ്ടുപോയി എവിടെ കൊണ്ടുവച്ചു? രണ്ടാമത്തെ ഫിഗറിൽ ആംഗിൾ എവിടെ കൊണ്ടുവന്ന് വെച്ചു? സർക്കിളേലെ ഒരു പോയിന്റിൽ കൊണ്ടുവച്ചു. എവിടെ കൊണ്ടുവച്ചു? സർക്കിളേലെ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് ആരെ വെച്ചു? ഇതേ സെയിം ആംഗിളിനെ തന്നെ കൊണ്ടുവച്ചു. സർക്കിളും മാറിയിട്ടില്ല, ആ കമ്പി വളച്ചുണ്ടാക്കിയ ആംഗിളും നമ്മൾ മാറ്റം വരുത്തിയില്ല. ആകെ മാറ്റം വരുത്തിയത് എന്തുവാ? സെന്ററിൽ കൊണ്ടുവന്ന് വെക്കുന്നതിന് പകരം സർക്കിളേലെ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോ ഞാൻ എന്താ ഈ പോയിന്റ് എ എന്നെടുത്തു, ഇത് ബി എന്നെടുത്തു, ഈ സർക്കിളിന് ഒരു സെന്റർ കാണുമല്ലോ, അത് ഒ എന്നെടുത്തു. ഈ പോയിന്റ് 6 ആണെന്ന് വിചാരിക്കാം. ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ആലോചിച്ചിട്ട് ഉത്തരം പറയണം. വെറുതെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയരുത്. 36 ഡിഗ്രി തന്നെ. എത്ര ഡിഗ്രി തന്നെയാണ്? 36 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? അല്ലാതെ എങ്ങനെയാണ് അവിടെ ഈ 36 ഡിഗ്രി വന്നത്? തൊട്ട് മുകളിലത്തെ പടത്തിൽ ഇവിടെ 36 ഡിഗ്രി ഉള്ള ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിച്ചു. അതേ സെയിം ആംഗിൾ എടുത്തോണ്ട് പോയിട്ട് സർക്കിളേൽ ഒരു പോയിന്റിലോട്ട് കൊണ്ടുവന്ന് വെച്ചു എന്നല്ലാതെ നമ്മൾ ആ ആംഗിൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല. അപ്പൊ അവരുടെ ചോദ്യം ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഈ പാർട്ട് ഉണ്ടല്ലോ, ഇത് ആ സർക്കിളിന്റെ എത്ര പാർട്ടാണ്, എത്ര ഭാഗമാണെന്നാണ് ചോദ്യം. അതല്ലേ തൊട്ടുമുമ്പത്തെ കണക്ക് നമ്മൾ പഠിച്ച ഐഡിയ. എന്തോ ചെയ്യും നമ്മൾ? ഓയും എയും കൂടെ യോജിപ്പിക്കുക, ഓയും ബിയും കൂടെ യോജിപ്പിക്കുക. ഇത് 36 ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വരും? 72. ഇനി ഒരു സാധാരണക്കാരന്റെ ബുദ്ധിമതി. 36 ഡിഗ്രി സെന്ററിൽ ഉണ്ടായപ്പോൾ എത്ര പാർട്ടാണ് അതിന്റെ ഇടയിൽ വന്നത്? 1/10 പാർട്ട് വന്നു. ശരിയാണ്. ഇപ്പൊ എത്ര ഉണ്ട്? ഈ 36ഉം 72ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 36ന്റെ ഇരട്ടിയാണ്
അപ്പൊ സർക്കിളിന്റെ എത്ര പാർട്ടായിരിക്കും ഇതിനിടയിൽ കുടുങ്ങിയത്? 36ന്റെ ഇരട്ടിയാണ് 72എങ്കിൽ 1/10ന്റെ ഇരട്ടി. ദാറ്റ് മീൻസ് അതേ ഇൻറ്റു 2. ഈ രണ്ടും ഈ 10 വെട്ടിയാൽ അപ്പൊ എത്ര പാർട്ട് അതിനകത്ത് കുടുങ്ങി? 1/5 പാർട്ടാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ എന്ത് ചെയ്തേക്കുന്നത്? കുടുങ്ങിക്കിടക്കുന്നത്. ഇപ്പൊ കാര്യം ക്ലിയർ ആയോ? രണ്ടാമത്തെ ഫിഗർ പിടി കിട്ടിയോ? ഹലോ, രണ്ടാമത്തെ ഫിഗർ പിടി കിട്ടിയോ? ഇനി ബാക്കി ചോദ്യം വായിച്ചാട്ടെ. വാട്ട് ഇഫ് ഇറ്റ് പ്ലേസ് അറ്റ് എ പോയിന്റ് ഓൺ അനദർ സർക്കിൾ ആസ് ഇൻ ദി വീണിപ്പിച്ചു. അത് ഇച്ചിരി പരിപാടി. ഒന്നും രണ്ടും കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഒന്നാമത്തേനകത്തിലെ സർക്കിളും മാറിയില്ല, രണ്ടാമത്തേലും സെയിം സർക്കിൾ തന്നെ. ഒന്നാമത്തേലും 36 ഡിഗ്രിയുള്ള ആംഗിൾ തന്നെയാണ്, രണ്ടാമത്തേലും 36 എടുത്തു വെച്ചേക്കുന്നത്. എന്തേ മാറ്റം വരുത്തിയുള്ളൂ? ആംഗിൾ കൊണ്ടുവച്ച പൊസിഷൻ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? മാറ്റുക. അപ്പൊ അവർ ചോദിക്കാം, അടുത്ത കണക്കിനകത്തില് നമുക്ക് എന്തങ്ങ് മാറ്റിയേക്കാം? സർക്കിൾ അങ്ങ് മാറ്റിയേക്കാം. എന്തങ്ങ് മാറ്റിയേക്കാം? അപ്പോ അതാണ് മൂന്നാമത്തെ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. അടുത്ത രണ്ടുപേരെ അപേക്ഷിച്ച് ചെറിയ സർക്കിൾ. ആര് മാറുന്നില്ല? കമ്പിയോ ആ കമ്പി വളച്ചുണ്ടാക്കിയ ആംഗിളോ എന്ത് ചെയ്യുന്നില്ല? മാറ്റുന്നില്ല. സെയിം ആംഗിൾ തന്നെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇത് എത്ര വരും? 36. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് സെന്ററിൽ എത്ര വരും? 70. അപ്പൊ ഇത് എത്ര പാർട്ടാണെന്നാണ് ചോദ്യം. 1/5 പാർട്ട്. അതെന്താ അങ്ങനെ വരാൻ കഴിയും? ആംഗിൾ സെയിം ആയി. അല്ല, സർക്കിൾ പറയുള്ളൂ, ബന്ധമില്ല. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറഞ്ഞത്. എന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് ഇത്രയും വലിയ ഡയലുണ്ട് അല്ലേ? നിങ്ങൾ ചിലപ്പോൾ പെൺകുട്ടികളുടെ വാച്ചിന് വല്ല ഉപയോഗിക്കുന്ന വാച്ചിന് ഡയലൊക്കെ നോക്കിയാൽ കുറച്ചുകൂടെ സാധാരണക്കാരുടെ ബുദ്ധി വെച്ച് ആലോചിക്കുവാണെങ്കിൽ വലിയ വാച്ചയിലെ സമയം ഇച്ചിരി സ്ലോയും ചെറിയ വാച്ചയിലെ സമയം വളരെ ഫാസ്റ്റും ആകണം. കാരണം വലുതും ചെറുതും ആകുമ്പോ വലിയ ഡയലയിൽ സൂചി കൂടുതൽ ദൂരം സഞ്ചരിക്കണം, ചെറിയ ഡയലയിൽ കുറച്ച് ദൂരം സഞ്ചരിക്കണം. അങ്ങനെ സംഭവിക്കൂ? എന്താ കാര്യം? ഈ ഓരോ തവണയും ആ ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചികളുടെ മൂവ്മെന്റ് ഉണ്ടല്ലോ. മൂവ്മെന്റ് മീൻസ് മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, മണിക്കൂർ സൂചി. ഇത് ഓരോ സമയത്തും ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് മാറുമ്പോൾ ഇത്ര ഡിഗ്രി വീതമാണ് സഞ്ചരിക്കുന്നത്. ഇത്ര അല്ലാതെ അങ്ങനെ അവിടെ ഡിഗ്രി വന്നത് സർക്കുലാർ മോഷനാണ്. എന്ത് മോഷനാണ്? അപ്പൊ അതുകൊണ്ട് ഡിഗ്രിയിലാണ് മോഷനെ കുറിച്ച് പറയുന്നത്. അത് വലിയ സൂചിയിലായാലും ചെറിയ സൂചിയിലായാലും മൂവ്മെന്റ് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വാച്ചിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടു കൊടുത്ത് ബാറ്ററി ഒക്കെ മാറിയിട്ടിട്ടും സൂചി അല്ലെങ്കിൽ സമയം സ്ലോ കാണിക്കുമ്പോൾ അവർ നിങ്ങളോട് പറയും ഇതിന്റെ മൂവ്മെന്റ് പോയതാണ്. മൂവ്മെന്റ് അതായത് ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലോട്ട് മാറാൻ എടുക്കുന്ന ആംഗിളിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇവിടെ ചെറിയ സർക്കിൾ ആയിക്കോട്ടെ, അതായത് ചെറിയ ഡയലായിക്കോട്ടെ, വലിയ സർക്കിൾ വലിയ ഡയലായിക്കോട്ടെ, എപ്പോഴും ഇതിനിടയിൽ എത്ര പാർട്ടേ കുടുങ്ങത്തുള്ളൂ? 1/5 പാർട്ടേ കുടുങ്ങത്തുള്ളൂ. ആ കുടുങ്ങുന്ന പാർട്ട് മാറണമെങ്കിൽ ആര് മാറണം? ആംഗിൾ മാറണം. എന്ത് മാറണം? ആംഗിൾ മാറിയാൽ എന്ത് മാറും? പാർട്ടും മാറും. വലിയ ചോദ്യം വല്ലോ ആണോ? കണ്ടാൽ ഒരു 1/2 പേജ് ചോദ്യം അല്ലേ? നിരത്തിപ്പിടിച്ചൊരു 3 ഫിഗർ കാണുമ്പോൾ എന്തോ വലിയ സംഭവം. പക്ഷെ 3 കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഉത്തരവായില്ലേ? ഇങ്ങനെയാണോ സ്കൂൾ പഠിപ്പിച്ച്? യെസ്. ഓൾ സ്റ്റാൻഡപ്പ്. വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർ